നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി പാകിസ്ഥാനെതിരെ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് കിട്ടിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാകിസ്ഥാന്റെ 13 പ്രധാനപ്പെട്ട എയർബേസുകളിൽ 11 എണ്ണത്തിനും ഇന്ത്യൻ മിസൈലുകൾ പതിഞ്ഞു. പാകിസ്ഥാന് തിരിച്ചടിക്കാൻ കഴിയാത്ത രീതിയിൽ അതിശക്തമായ ആക്രമണമാണ് പിന്നീട് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കീഴിൽ ഇന്ത്യ നടത്തിയത്. അതോടുകൂടി പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. ഇന്ത്യയെ ഏതു വിധേനയും വെടിനിർത്തലിന് പ്രേരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ പിന്നീട് നടത്തിയത്. ഒടുവിൽ ഇന്ത്യയെ നേരിട്ട് പാകിസ്ഥാൻ്റെ DGMO വിളിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അന്ന് നിലവിൽ വന്നത്. 4 ദിവസത്തെ ആക്രമണം കൊണ്ട് തന്നെ പാകിസ്ഥാന് തികഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വെടിനിർത്തൽ അഭ്യർത്ഥന വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് യഥാർത്ഥ സൈനിക വിജയം നേടിയത് തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ ക്രിക്കറ്ററെ കൊണ്ട് അവിടെ വിജയാഹ്ലാദ പ്രകടനമൊക്കെ നടത്തുന്നു. പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിക്ക് ഫീൽഡ് മാർഷലായി പ്രമോഷൻ നൽകുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങനെ ലോകമെമ്പാടും പലതരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി, ഇന്ത്യക്ക് ശക്തമായ മറുപടി ഞങ്ങൾ നൽകി എന്നൊക്കെയാണ് പാകിസ്ഥാൻ പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും നമ്മൾ കണ്ടു. ഈ രീതിയിൽ വലിയ നുണപ്രചരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ നടത്തിയത്. അതിൽ പല നുണപ്രചരണങ്ങളും ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ പൊളിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ്. 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പറഞ്ഞ പാകിസ്ഥാന് ഒരു യുദ്ധവിമാനത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ ഫോട്ടോഗ്രാഫ് പോലും കാണിക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല. ഇന്ത്യക്കെതിരായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളടക്കം പാകിസ്ഥാൻ ആർമി പുറത്തുവിട്ടെങ്കിലും പക്ഷേ അതെല്ലാം ഒരു ചൈനീസ് പരിശീലന പരിപാടിക്കിടെ ചൈനീസ് സൈന്യം നടത്തിയതാണ് എന്നാണ് പിന്നീട് വിവരങ്ങൾ, ഫാക്ട് ചെക്കുകൾ പുറത്തു വരുന്നു. അങ്ങനെ പാകിസ്ഥാൻ അന്ന് പറഞ്ഞ ഓരോ നുണകളും പിന്നീട് പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ നുണപ്രചരണം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല. പാകിസ്ഥാൻ്റെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം മറ്റൊരു അവകാശവാദവുമായി രംഗത്തെത്തി. അതായത് ഇതുവരെയും പാകിസ്ഥാൻ അങ്ങനെ ഒരു അവകാശവാദം പറഞ്ഞിരുന്നില്ല. ഇന്ത്യ ആക്രമണം നടത്തി, ഞങ്ങളും തിരിച്ചാക്രമണം നടത്തിയിട്ടുണ്ട്, ഇന്ത്യക്ക് അതിൽ കനത്ത നാശനഷ്ടം ഉണ്ടായി എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. എന്നാൽ കൃത്യമായി പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ 2 എയർബേസുകൾ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തകർത്തു എന്നാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. മുനീർ സമാൽ എന്നു പേരുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് പാകിസ്ഥാനിലെ ഒരു ടെലിവിഷൻ ചാനലിൽ നടന്ന പരിപാടിക്കിടെ അല്ലെങ്കിൽ അഭിമുഖത്തിനിടെ ഇങ്ങനെ ഒരു വിചിത്രമായ അവകാശവാദം ഉന്നയിച്ചത്. 2 എയർബേസുകൾ, ഇന്ത്യയിൽ തകർത്ത 2 എയർബേസുകളുടെ പേരുകളും ഈ സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഒന്ന് രജൌരി എയർബേസ്, അതോടൊപ്പം തന്നെ മാമുൻ എയർബേസ്. ഈ ഇന്റർവ്യൂ പുറത്തു വന്നതോടുകൂടി പാകിസ്ഥാനിൽ ഇത് വലിയ വാർത്തയായിരുന്നു. മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ അഭിമാന പുരസ്സരം പറഞ്ഞുകൊണ്ട് നടന്നു. ഞങ്ങളുടെ ധീര സൈനികർ ഇതാ ഇന്ത്യയുടെ 2 എയർബേസുകളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴിതാ പുറത്തു വരുന്നു എന്നൊക്കെ പറഞ്ഞ് പാക് മാധ്യമങ്ങൾ വലിയ ആഘോഷം തുടങ്ങി. എന്നാൽ പാക് മാധ്യമങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഏതാനും ചില മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിനിറ്റുകൾക്കകം ഈ ഒരു അവകാശവാദം പൊളിയുന്നതാണ് നമ്മൾ കണ്ടത്. പേര് പറഞ്ഞത് രജൌരി എയർബേസും മാമുൻ എയർബേസും തകർത്തു എന്നാണ്. എന്നാൽ ഇന്ത്യ ഉടൻ ശക്തമായി ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ തന്നെ തിരിച്ചടിച്ചു. അതായത് ഈ പറഞ്ഞ രണ്ടിടത്തും ഇന്ത്യക്ക് എയർബേസുകൾ ഇല്ല എന്നുള്ളതാണ്. രജൌരി എന്ന് പറയുന്നത് കശ്മീരിലെ ഈ നിയന്ത്രണ രേഖയോട് അടുത്ത് കിടക്കുന്ന, പാകിസ്ഥാൻ്റെ അതിർത്തിയോട് അടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ്. ആ രജൌരിയിൽ ഒരു എയർബേസ് പോലും ഇന്ത്യൻ സൈന്യത്തിനോ ഇന്ത്യയുടെ സിവിലിയൻ എയർപോർട്ടോ ഒന്നും തന്നെ അവിടെ ഇല്ല. രണ്ടാമത്തെ കാര്യം മാമുൻ എയർബേസ് ആണ്. ഈ മാമുൻ എയർബേസ് അല്ലെങ്കിൽ മാമുൻ എന്ന് പറയുന്നത് പഞ്ചാബിലെ പട്ടാൻകോട്ടിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ മിലിറ്ററി കണ്ടോൺമെൻ്റ് ആണ് ഇന്ത്യക്കുള്ളത്. അവിടെ ഒരു എയർബേസ് ഇല്ല. ലോകത്തിലെ ഒരു രാജ്യവും ഇന്ത്യക്ക് ഇങ്ങനെ 2 എയർബേസുകൾ ഉള്ളതായി ലിസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത 2 എയർബേസുകൾ തകർത്തു എന്നാണ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ പറഞ്ഞത് എന്ന് ഇന്ത്യ തുറന്നടിച്ചു. അതോടുകൂടി പാകിസ്ഥാൻ വീണ്ടും നാണം കെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ നുണകളെല്ലാം ഇപ്പോൾ പൊളിഞ്ഞടുങ്ങുകയാണ്. ഇപ്പോൾ ഇതാ വെറും മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത നുണയും പാകിസ്ഥാന്റെ അടുത്ത നുണയും ഇന്ത്യ പൊളിച്ചടുക്കിയിരിക്കുന്നു. അതായത്
ഇല്ലാത്ത മിലിറ്ററി ബേസുകളാണ്, എയർ ബേസുകളാണ് തകർന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇതിൽ നിന്ന് തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉയർത്തുന്ന എല്ലാ അവകാശവാദങ്ങൾക്കും വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിലാണ് എന്ന് നമുക്കറിയാം. ആ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ മെയ് 6 അർദ്ധരാത്രിയോടുകൂടിയാണ് ഇന്ത്യ പ്രത്യാക്രമണം പാകിസ്ഥാനിൽ നടത്തിയത്. ആ ആക്രമണത്തിൻ്റെ 1ാം വാർഷികാഘോഷം ഇന്ത്യ ആഘോഷിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ ഈ നാണം കെട്ട നുണ പുറത്തു വന്നത്. ഇന്ത്യ ആക്രമണം ആദ്യം നടത്തിയത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയാണ്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളെ 20 മിനിറ്റ് നടന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. പഹൽഗാമിൽ അടക്കം പ്രവർത്തിച്ച ഭീകര സംഘടനകൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഭീകര ലോഞ്ച് പാഡുകളൊക്കെയാണ് ഇന്ത്യ ഈ സൈനിക നടപടിയിലൂടെ തകർത്തതെന്നും പാകിസ്ഥാൻ സേനയെയോ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെയോ ഞങ്ങൾ ലക്ഷ്യം വച്ചിട്ടില്ല എന്നും അന്നേ ഇന്ത്യ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു എസ്കലേഷൻ ഉണ്ടാകരുത്, ഇതിനൊരു തിരിച്ചടി ഉണ്ടാകരുത് എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് തീവ്രവാദികളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് നേരെ അന്ന് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയത്. എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകരുകയായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ ഒരു നാശനഷ്ടം പോലും ഉണ്ടാക്കാൻ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന പ്രത്യാക്രമണത്തിന് സാധിച്ചില്ല. അങ്ങനെ പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണം തികഞ്ഞ പരാജയമാറി. പക്ഷേ അത് ഇന്ത്യയെ പ്രകോപിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇങ്ങനെ ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കശ്മീർ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് നേരെയാണ് വലിയ ആക്രമണം പാകിസ്ഥാൻ അഴിച്ചുവിട്ടത്. 2 ദീർഘദൂര മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യക്കു നേരെ പ്രയോഗിച്ചു. ഇതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർത്ത ഇന്ത്യ അടുത്ത നിമിഷം പ്രത്യാക്രമണം ആരംഭിക്കുകയും ചെയ്തു. ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ റഡാറാണ് ആദ്യം ഇന്ത്യ തകർത്തത്. അതോടുകൂടി വ്യോമ പ്രതിരോധ സംവിധാനം നഷ്ടപ്പെട്ട പാകിസ്ഥാനിൽ തലങ്ങും വിലങ്ങും ഇന്ത്യൻ ബ്രഹ്മോസുകൾ വന്നു പതിച്ചു. അതോടുകൂടിയാണ് പാകിസ്ഥാന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആദ്യഘട്ടം അവസാനിച്ചത്. എന്നാൽ ഭാവിയിലുണ്ടാകുന്ന തീവ്രവാദി ആക്രമണങ്ങളായി മാത്രം കാണില്ലെന്നും പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളായി കാണേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയാണ് ഇന്ത്യ ഈ വെടിനിർത്തലിന് അനുമതി നൽകിയത്. അതോടുകൂടി പാകിസ്ഥാൻ ഭയന്ന് പിന്മാറുകയായിരുന്നു. പിന്നെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് രാജ്യം നൽകുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ആ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്നും രാജ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെയാണ് ആ സൈനിക നടപടി അവിടെ അവസാനിച്ചത്. ഈ സൈനിക നടപടിക്കെതിരായിട്ടാണ് നുണപ്രചരണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തിറങ്ങിയത്. ഇപ്പോൾ ഈ 1 വർഷം പിന്നിടുമ്പോഴും പാകിസ്ഥാൻ നുണപ്രചരണം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്.